നമുക്കൊരു ഫേസ് പാക്ക് ഇട്ടാലോ? ഫസ്റ്റ് നമുക്ക് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് സെറ്റാക്കിയിട്ട് വരാം. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഫോക്സ് ടെയിലിൻ്റെ ഈ ഒരു സ്കിൻ റേഡിയൻസ് മാസ്കാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ അവസ്ഥ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഇങ്ങനെ ഒരു സ്പാച്ചുല ഉണ്ട്, കുറച്ച് അലമ്പായിട്ടല്ല തോന്നരുത്. പിന്നെ ഇതിൻ്റെ ലിഡ് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ലിഡുണ്ട്, നമുക്കിത് തുറക്കാം. സോ ഇതിൻ്റെ പാക്ക് വരുന്നത് ഈ ഒരു പേർപ്പിൾ കൈൻഡ് ഓഫ് അല്ല, പേർപ്പിൾ ഷെയ്ഡിലാണ്. സോ നമുക്കിത് അപ്ലൈ ചെയ്യാം. കുറച്ച് മതി, കുറച്ച്. സോ ഇത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ ചെറുതായിട്ടൊരു ബേണിങ് സെൻസേഷൻ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് ചെറുതായിട്ട്, വല്ലാതെ ഒന്നുമില്ല. ആൻഡ് ഐ ബിലീവ് ദാറ്റ്സ് നോർമൽ അല്ലേ? സാധാ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഫേസിൻ്റെ അണ്ടർ ഐ ഒഴികെ ബാക്കി എല്ലാ പോർഷനിലും അത്യാവശ്യം ഒരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ റീസെൻ്റ് ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ കണ്ടെയ്നറിൻ്റെ ബാക്ക് വശം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുഹ കാണാമെന്നുള്ളത്. അത് ഞാൻ വിചാരിച്ചിരുന്നത് ഈ ബോക്സ് ഫുള്ള് മാസ്കിൻ്റെ ഈ പാക്കായിരിക്കും ഉണ്ടായിരിക്കാമെന്ന് വിചാരിച്ചു. പ്രൊഡക്റ്റായിരിക്കും ഈ ബോക്സ് ഫുള്ള് ഉണ്ടാവും, വലിയ ബോക്സ് നിറച്ച് പ്രൊഡക്റ്റായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നേ. എന്നാണ് ഞാൻ ആ വലിയ സത്യം മനസ്സിലാക്കിയത് ഗൈസ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇത് കുറച്ച് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഇതൊരു കേവായിട്ടാണുള്ളത്. ഇത് കറക്റ്റ് ബോക്സ് അല്ല, ഇത് നിറച്ച പ്രൊഡക്റ്റ് അല്ല, ഉള്ളിലൊരു കേവ് ഉണ്ട്. അത് കാണിച്ചു തരാം. ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നിങ്ങളിതുവരെ ആ നഗ്നസത്യം നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇപ്പം തന്നെ പോയി തുറന്നു നോക്ക്. ഒരു ഇച്ചിരി വിഷമൊക്കെ തോന്നും, ബട്ട് ഇറ്റ്സ് ഓക്കെ. ബട്ട് നല്ല പ്രൊഡക്റ്റായിട്ടോ എനിക്ക് തോന്നിയിട്ട്. നൈസൊരു സാധനമാണ്. നമ്മൾ ഇത് റെഗുലറായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും എപ്പോഴേലൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് നല്ല എഫക്റ്റീവാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ യൂസ് ചെയ്താത്തതുകൊണ്ട്. ഓക്കെ, ഇത്രയും ഭക്ഷണം എടുത്തിട്ട് ഞാൻ റെഗുലറായിട്ട് സെറംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യാൻ പറ്റാറില്ല. മടി കാരണം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇതാ കുറച്ച് പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സൊക്കെ വന്നു തുടങ്ങി. എല്ലാ സ്കിൻ കെയർ പരിപാടികളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമായിരിക്കും. ഓക്കെ അല്ലേ? ഞാൻ ഈ സാധനം കാണിച്ചു തരാം കേട്ടോ. ഇത് സുഖമാണ്, സിമ്പിളായിട്ട് പോരും. നോടി ഇതാണ് അവസ്ഥ കേട്ടോ. ഇത്രയും പോർഷൻ നമുക്ക് പ്രൊഡക്റ്റ് ഇല്ല, ഇത് വെറും ഫേക്കാണ് ഗൈസ്.
സോ ഓക്കെ, സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, സോ പാക്ക് ഇട്ടു. ഇനി എൻ്റെ കയ്യിൽ ഞാൻ റെഗുലറല്ല, ഞാൻ യൂസ് ചെയ്യാറുള്ള ഒരു അണ്ടർ ഐ പാച്ചുണ്ട്. പാച്ച് നല്ല പറയാം, യെസ്, ഐ സെറം പാച്ച്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെയാണ്. നമുക്കിതിടാം. സ്വിസ് ബ്യൂട്ടിയുടെ ഹൈഡ്ര ഐ സെറം പാച്ചാണ് കേട്ടോ അത്. ഇത് ഓപ്പൺ ചെയ്താൽ ഇതിലും ഇതെടുക്കാനായിട്ടൊരു സ്പാച്ചുലയുണ്ട്. ഇതേപോലെ തന്നെ അതിന് ഹോൾഡ് ചെയ്യാനൊരു ഇതുണ്ട്. ഇതിങ്ങനെ തുറക്കുക കുറച്ച് റിസ്ക്കിയാണ്. അതെ, നമ്മുടെ അണ്ടർ ഐയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ശരിക്കും നമ്മൾ ഈ IT ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു അണ്ടർ ഐ പാച്ചൊക്കെ വയ്ക്കുന്നത് നല്ല സുഖകരമായിരിക്കും. കാരണം നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഫീല്, ഇതല്ല, നല്ല രീതിക്കുള്ളൊരു ഹൈഡ്രേഷൻ ദിസ് പാച്ചസ് വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. നമ്മൾ ഈ കോട്ടൺ പാഡ്സ് തണുത്ത വെള്ളത്തിൽ വെച്ചിട്ട് നമ്മൾ വയ്ക്കാറുണ്ട്. അത് നല്ല സുഖമാണ് ഗൈസ്. അതേപോലെയൊക്കെ തന്നെ, പക്ഷെ അത്ര ഇല്ലെങ്കിലും ഏകദേശം അതുപോലെയൊക്കെ നമുക്കൊരു കംഫർട്ട് കിട്ടും. ഓക്കെ, ഇത് നമുക്കൊരു 10 to 15 minutes ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കാം. ഇപ്പോഴത്തേക്കിനും ഈ പാച്ചസ് സെറമൊക്കെ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബായി കുറച്ചൊന്ന് ഇതായിട്ട് വരും. കുറച്ച് ഡ്രൈ ആയി എല്ലാം വെറ്റി വരേണ്ട പോലെയാവും പാച്ചസ്. അപ്പോൾ നമുക്കെടുത്ത് കളയാം. അപ്പോൾ തന്നെ നമുക്ക് ഈ ഇതും നമ്മൾ ഈ പാക്കും കഴുകി കളയാവുന്നതാണ്. നല്ല സുഖം. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ ഗൈസ്. സോ ഗൈസ്, ഞാൻ എൻ്റെ പാക്ക് ഉണ്ടായിരുന്നത് നോർമൽ വാട്ടർ വെച്ച് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. നല്ല സുഖമുണ്ട്. സോ ഒറ്റ യൂസ് കൊണ്ടൊന്നും വലിയ മാറ്റങ്ങൾ സംഭവിക്കാറില്ല. പക്ഷെ കൺസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്താൽ ഇവർ പറയുന്നത് 2 to 3 times in a week യൂസ് ചെയ്ത് ഒരു 1 month ഒക്കെ കൺസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്താൽ റിസൾട്ട്സ് ഉണ്ടാകും. ഞാനിത് ഇടയ്ക്ക് ഇങ്ങനെ ടയേർഡായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് വെറുതെ ഒന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുമ്പോൾ വെറുതെ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കും. അത്രേ ഉള്ളൂ. സോ ഇടയ്ക്ക് കുറച്ചിങ്ങനെ ഡള്ളായിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് ഫേസ് പാക്സ് എന്തെങ്കിലുമൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നമ്മളെ സ്കിന്നിനെ കുറച്ചൊന്ന് എന്താ പറയുക റിഫ്രഷ് ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും. ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഫേസ് പാക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ പാക്കൊക്കെ ഇട്ട് ഒന്ന് റിഫ്രഷൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ബാംഗ്ലൂരിൽ ഇപ്പം നല്ല മഴയാണ് ഗൈസ്. ഈവനിങ് ഒരു 5-6 മണി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നല്ല മഴയാണ്. അപ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ. ഇന്നെനിക്ക് വർക്കുണ്ട്. ഒരു സുഖമുണ്ടല്ലേ മുഖത്ത്. അപ്പോൾ ഓക്കെ, എനിക്കെൻ്റെ വർക്ക് ബാക്കി ചെയ്ത് തീർക്കാനുണ്ട്. സോ see you next time. Thank you for watching. എൻ്റെ പ്രൊഫൈലൊക്കെ കയറി നോക്കി എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബ് അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.